അവർ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയതും പോലീസുകാർ റിനോഷിനെയും കൊണ്ട് പോയിരുന്നു. നിതയെയും അച്ഛനെയും കൊണ്ട് അശ്വിൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അമ്മുവും സിദ്ധുവും തരുണും അവരുടെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അഭിയേട്ടാ, കാറിൽ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് അമ്മു അവനെ വിളിച്ചു. അവൻ അവൻ്റെ ഇടത് കൈകൊണ്ട് അവളുടെ തലയിലൊന്ന് തലോടി. എന്നോട് അഭിയേട്ടന് ദേഷ്യമുണ്ടോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. എന്തിനാ അമ്മു? അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് തിരികെ ചോദിച്ചു. ഞാൻ അഭിയേട്ടനോട് പറയാതെ വന്നതിന്. എനിക്കറിയില്ലായിരുന്നു ആ ഷെറിൻ ചേച്ചി വിളിക്കുന്നത് ഇയാൾ പറഞ്ഞിട്ടാണെന്ന്. രണ്ടുപേരും കൂടി എന്നെ കൊടുക്കാൻ നോക്കുകയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് സംശയമൊന്നും തോന്നിയില്ല. ഞാൻ കരുതി ചേട്ടായിയുടെ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും എന്നെ വിളിക്കുന്നതെന്ന്. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അങ്ങനെ അവളെ വിളിച്ചാലും നീ അവനോട് പോലും പറയാതെ എന്തിനാ അമ്മ പോയത്? ഇതിപ്പോൾ ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിലോ? തരുൺ സംശയത്തോടെ അവളോട് ചോദിച്ചു. സോറി തരുണേട്ടാ, അവൾ വിഷമത്തോടെ പറഞ്ഞു. എനിക്കപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല തരുണേട്ടാ. ഞാൻ പെട്ടെന്ന് വരാമെന്ന് കരുതിയാണ് പോയത്. പക്ഷെ ഇങ്ങനെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. അവിടെ ചെന്നപ്പോൾ റിനോഷാണെന്ന് അറിഞ്ഞ് ഞാൻ തിരികെ പോകാൻ തുടങ്ങിയതാ. അപ്പോഴാ അവൻ എന്നെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് വലിച്ചിട്ടത്. പിന്നെ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഞാൻ അപ്പോഴെല്ലാം അവനെ എതിർത്തു. എൻ്റെ അഭിയേട്ടനല്ലാതെ ആരും എൻ്റെ ശരീരത്തിൽ തൊടില്ലാന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതവനെ വാശി കയറ്റാൻ തുടങ്ങി. ബലായിട്ട് എന്നെ കീഴടക്കാൻ ശ്രമിക്കുമ്പോഴാണ് വാതിലിൽ തട്ടുകെട്ടത്. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഷെറിനെ ഭീഷണിപ്പെടുത്തി അവനെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതാ. എന്നെ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഷെറിൻ അശ്വിനെ വിളിച്ചിരുന്നു. അവൻ പറഞ്ഞ കാര്യങ്ങളും നിന്നെ അവിടേക്ക് വിളിക്കുന്ന കാര്യമൊക്കെ അവൾ അവനോട് പറഞ്ഞു. ഇത് പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് നിങ്ങളാരും എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അങ്ങോട്ട് പോവരുതെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നല്ലോ അഭിയേട്ടാ. എല്ലാം അറിഞ്ഞിട്ടും എന്നെ അവിടേക്ക് പറഞ്ഞു വിട്ടേ എന്തിനാ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ അവിടേക്ക് വരണമായിരുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് അവനെതിരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം നീ ഒരു സാക്ഷിയാണ് അവനെതിരെ സംസാരിക്കാൻ. അതുകൊണ്ടാ നീ പോവട്ടെ എന്ന് ഞങ്ങളും കരുതിയത്. എങ്ങനെയായാലും അവൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്നും അതിനു മുൻപ് ഞങ്ങൾക്ക് അവിടേക്ക് എത്താമെന്നും പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെക്കുറിച്ച് താമസിച്ചത് നിതയെ പറഞ്ഞ് മനസ്സിലാക്കാനാ. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. ഷെറിനെ വിളിച്ചു വരുത്തി ഷെറിനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചപ്പോൾ നിതയ്ക്ക് വിശ്വാസമായത്. അവളെ സ്നേഹിച്ചില്ലെങ്കിലും അവൻ വേറൊരു പെണ്ണിനെ തേടി പോവില്ല എന്നായിരുന്നു അവളുടെ വിശ്വാസം. പക്ഷെ ഷെറിനെ അവൻ ഉപയോഗിച്ചതും സിദ്ധിയെ കൊലപ്പെടുത്തിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു. അങ്ങനെയാണ് അവളെയും കൂട്ടി ഞങ്ങൾ അവിടേക്ക് വരുന്നത്. അവന് ഒരു കാര്യം പ്ലാൻ ചെയ്തപ്പോൾ മറുവശത്ത് ഞങ്ങളും പ്ലാൻ ചെയ്യുകയായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. നിന്നെ കാണാനില്ല എന്നൊരു ലെറ്റർ കൊടുക്കണമെന്ന് ആ പോലീസുകാരൻ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ അതൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും കുറച്ച് താമസിച്ചു പോയി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി. നിങ്ങൾ വരാനൊരു നിമിഷം താമസിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെന്നെ എത്രയെന്ന് വെച്ചാൽ ഞാൻ അവനെ എതിർത്ത് നിൽക്കുന്നത്. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനെ ഞാൻ ആർക്കെങ്കിലും വിട്ടുകൊടുക്കുമോ അമ്മോ? അവൻ അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എനിക്ക് എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ അബേട്ടാ? അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല അമ്മോ, മുത്തശ്ശിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അമ്മ അതോർത്ത് വിഷമിക്കണ്ട കേട്ടോ, നമ്മുടെ മുത്തശ്ശിയല്ലേ. അവൻ അവളുടെ തലയിൽ തലോടി പറഞ്ഞതും അവളൊന്ന് മൂളി. ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് നിതയുടെ അച്ഛനും അശ്വിനും. നിതയുടെ അച്ഛനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവം മനുഷ്യനാണെന്ന്. അയാളാണെങ്കിൽ നെഞ്ചും തടവി കസേരയിൽ ഇരിക്കുന്നുണ്ട്. സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കരുതി കല്യാണം കഴിപ്പിച്ചു വിട്ട തൻ്റെ മകളുടെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്തതും അയാളുടെ നെഞ്ച് വിങ്ങി. അച്ഛാ, അശ്വിൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു. മോനെ, എൻ്റെ കുഞ്ഞ്. അയാൾ അവൻ്റെ ഇരു കൈകളിലും പിടിച്ചുകൊണ്ട് യാചന പോലെ പറഞ്ഞു. ഒന്നുമില്ല അച്ഛാ, ആ ഷോക്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതായിരിക്കും. അച്ഛൻ വിഷമിക്കണ്ട, നിതയ്ക്കൊന്നും സംഭവിക്കില്ല. അവൻ അയാളെ ആശ്വസിപ്പിച്ചു. പെട്ടെന്നാണ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നത് കണ്ടത്. അത് കണ്ടതും അശ്വിൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ബി കൂടിയതാ, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, മയക്കത്തിലാ. പിന്നെ ഒരു സംശയമുണ്ട്. അയാൾ പറഞ്ഞതും അശ്വിൻ സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഒരു സംശയം മാത്ര, നിത എഴുന്നേറ്റെങ്കിൽ മാത്രമേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ പറഞ്ഞതും അശ്വിൻ ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. വൈഫ് പ്രഗ്നൻ്റ് ആണോ എന്ന് ഞങ്ങൾക്കൊരു സംശയം. ഡോക്ടർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അയാളെ നോക്കി. അത് കേട്ട് നിതയുടെ അച്ഛനും ഞെട്ടി. ഞാൻ നിതയുടെ ഹസ്ബൻഡ് അല്ല. അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഓ സോറി, ഞാൻ കരുതി ആ കുട്ടിയുടെ ഹസ്ബൻഡ് ആയിരിക്കുമെന്ന്. ആ കുട്ടി മാരീഡ് ആണെന്ന് തോന്നി. ഡോക്ടർ അവനോട് പറഞ്ഞു. നിത മാരീഡാണ്, പക്ഷെ ഞാൻ ഹസ്ബൻഡ് അല്ല. ഞാൻ അവരുടെ വീടിനടുത്തുള്ളതാ. അവൻ പറഞ്ഞതും ആ ഡോക്ടർ തലയാട്ടി. ആ കുട്ടി പ്രഗ്നൻ്റ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. അതുകൂടി ഒന്ന് കൺഫേം ചെയ്യണം. ക്ഷീണമുണ്ട്, മയങ്ങി എഴുന്നേൽക്കുമ്പോൾ ബാക്കി പ്രൊസീജിയർ ചെയ്യാം. അയാൾ അവനെ നോക്കി പറഞ്ഞതും അവൻ വീണ്ടും തലയാട്ടി. അപ്പോഴേക്കും അമ്മു സിദ്ധും തരുണും അങ്ങോട്ടേക്ക് വന്നു. ചേട്ടായി, എന്തു പറഞ്ഞു? നിതയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? അമ്മ ഓടിച്ചെന്ന് അശ്വിനോട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, ടെൻഷനിൽ തലയിറങ്ങിയതാ. പിന്നെ നിത പ്രഗ്നൻ്റ് ആണോ എന്ന് ഡോക്ടറിനൊരു സംശയമുണ്ട്. എഴുന്നേറ്റാൽ മാത്രമേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നു. അശ്വിൻ അവളെ നോക്കി പറഞ്ഞു. അതെല്ലാവർക്കും ഒരു വിഷമമായിരുന്നു. റിനോഷ് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവൻ്റെ ചോരയിൽ അവളുടെ വയറ്റിലൊരു കുഞ്ഞ്. അതെല്ലാവരിലും ഒരു നോവുണർത്തി. അവർ നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലായിരുന്നുവെങ്കിൽ
ഒരുപക്ഷെ ഒരു ഭാര്യ ഭർത്താവ് എന്ന നിലയ്ക്ക് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട നിമിഷമായിരുന്നു ഇത്. ഇതറിയുമ്പോൾ നിത എങ്ങനെയായിരിക്കും ഏട്ടാ പ്രതികരിക്കുന്നത്? അമ്മ സംശയത്തോടെ അവനോട് ചോദിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ അച്ഛനിലേക്ക് നീണ്ടു. അത് മോൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അത് കണ്ട് അവർക്ക് എല്ലാവർക്കും വിഷമമായിരുന്നു. നമുക്ക് നോക്കാം. നിധയുടെ തീരുമാനം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നോക്കാം. അവളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാം. അവളെന്ത് തീരുമാനിച്ചാലും നമുക്ക് അവളുടെ കൂടെ നിൽക്കണം. സിദ്ധു അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും അത് ശരിയാണെന്ന് അവർക്കും തോന്നി. നിധിയെ റൂമിലേക്ക് മാറ്റും. ഇന്നൊരു ദിവസം ഇവിടെ കിടക്കാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും രണ്ടുപേർക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാം. അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ നേഴ്സ് അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവരെല്ലാവരും അവിടേക്ക് നോക്കി. എനിക്കെൻ്റെ മോളെ ഒന്ന് കാണാൻ. അവളുടെ പപ്പ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇപ്പോൾ റൂമിൽ മാറ്റുമ്പോൾ നിങ്ങൾക്ക് കയറി കാണാം. ദേ ഈ മരുന്നും പുറത്തുനിന്ന് വാങ്ങണം. ഒരു തുണ്ട് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അത് അശ്വിൻ അവരുടെ കയ്യിൽ നിന്നും വാങ്ങി. ഞാൻ മോളുടെ കൂടെ നിന്നോളാം, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. അവളുടെ പപ്പ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. അത് അങ്കിൾ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട. അശ്വിൻ, ഇന്നൊരു ദിവസത്തേക്ക് തനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ? സിദ്ധു അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിനെന്താ അളിയാ, ഞാൻ നിന്നോളാം. നിങ്ങൾ അമ്മുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ. അശ്വിൻ അവരെ നോക്കി പറഞ്ഞു. ഞങ്ങൾ അവളെ റൂമിലേക്ക് മാറ്റിയിട്ടൊന്ന് കണ്ടിട്ട് പോകാം. അങ്കിളിനെ കൂട്ടായിട്ട് അശ്വിൻ ഇവിടെ കാണും. എന്താവശ്യം ഉണ്ടെങ്കിലും അവനോട് പറയാൻ മടിക്കരുത്. പിന്നെ ഹോസ്പിറ്റൽ ചിലവൊന്നും അങ്കിൾ നോക്കണ്ട. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. പിന്നെ ഈ സമയത്ത് നിധയ്ക്ക് കൺഫ്യൂഷനൊന്നും അധികം കൊടുക്കണ്ട. ഞാൻ പറഞ്ഞ എന്താണെന്ന് അങ്കിളിന് മനസ്സിലായി കാണുമല്ലോ. അവൻ പറഞ്ഞതും അയാൾക്ക് അതൊക്കെ മനസ്സിലായിരുന്നു. എല്ലാം അവളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കണം. അവൾ എന്താണ് തീരുമാനിക്കുന്നത് അതിനൊപ്പം നമ്മളെല്ലാവരും നിൽക്കണം. അല്ലാതെ അവളെ കൺഫ്യൂഷനാക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കാൻ പാടില്ല. സിദ്ധു വീണ്ടും പറഞ്ഞു. അതെ, സിദ്ധു പറഞ്ഞതാ കറക്റ്റ്. ആ കുഞ്ഞിനെ വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അത് അവൾക്ക് മാത്രമാണ്. നമ്മൾ അവൾക്ക് വേണ്ടുന്ന മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. ചിലപ്പോൾ ദൈവമായിട്ടായിരിക്കും എല്ലാം മറക്കാൻ വേണ്ടി അവൾക്ക് ആ കുഞ്ഞിനെ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നടക്കട്ടെ. തരുണം പറഞ്ഞു. നിങ്ങളിവിടെ കാണില്ലേ, ഞാൻ പോയി ഈ മരുന്നൊന്ന് വാങ്ങിയിട്ട് വരാം. അശ്വിൻ അവരെ നോക്കി പറഞ്ഞതും സിദ്ധു അവനോട് പോയിട്ട് വരാൻ പറഞ്ഞു. അശ്വിൻ മരുന്ന് വാങ്ങാൻ പോയതും അവർ എല്ലാവരും അവിടെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞതും നിന്റെയെ റൂമിലേക്ക് മാറ്റി. അവൾ കണ്ണു തുറക്കുന്നത് നോക്കിയിരിക്കുകയാണ് എല്ലാവരും. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. പിന്നെ തൻ്റെ ചുറ്റിനും ഒന്ന് നോക്കി. തൻ്റെ അടുത്ത് അവളുടെ പപ്പ ഇരിക്കുന്നത് കണ്ടതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്തൊക്കെയോ അവൾക്ക് അയാളോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയും. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. മോളെ, കരയാതെ, അയാൾ അവളെ സമാധാനിപ്പിച്ചു. പപ്പേ, അവർക്ക് എന്തോ സംശയമുണ്ടെന്ന്. ഞാൻ പ്രഗ്നൻ്റ് ആണോന്ന്. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി. പോസിറ്റീവ് ആവുമോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അറിയില്ല മോളെ, റിസൾട്ട് വരുമ്പോഴല്ലേ അറിയുള്ളൂ. അയാൾ അവൾക്ക് മറുപടി നൽകി. നിത ചേച്ചി. അമ്മ അവളുടെ അടുത്തേക്കിരുന്നു. പിന്നെ അവളുടെ തലയിലൊന്ന് തലോടി. ഇപ്പം അതിനെപ്പറ്റി ഒന്നും ചേച്ചി ചിന്തിക്കണ്ട. എന്ത് വന്നാലും ഞങ്ങളൊക്കെ ചേച്ചിയുടെ കൂടെ കാണും. അവൾ നിധയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അശ്വിൻ മരുന്നും മറ്റുമായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരെ കുറച്ചു നേരം കൂടി അവളോട് സംസാരിച്ചിരുന്നു. അവളെ മാക്സിമം കൂളാക്കാനായിരുന്നു എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങട്ടെ. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും സിദ്ധു അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. മോനെ, ഒരുപാട് നന്ദിയുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവനെ ഒരുപാട് വിശ്വസിച്ചു. അതുകൊണ്ട് ആദ്യം വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാതിരുന്നത്. അത്രയും ഞാനും എൻ്റെ മോളും ഒക്കെ അവനെ വിശ്വസിച്ചിരുന്നു. അയാൾ സിദ്ധുവിനെ നോക്കി പറഞ്ഞു. ഞാനും അവനെ വിശ്വസിച്ചതല്ലേ അങ്കിൾ. അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ മോളെ നഷ്ടമായത്. എപ്പോഴെങ്കിലും എനിക്കൊരു സംശയം തോന്നിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ അവന് വീട്ടിൽ അത്രയും സ്വാതന്ത്ര്യം കൊടുക്കില്ലായിരുന്നു. എന്നെപ്പോലെ തന്നെയായിരിക്കും അവൻ സിദ്ധിയും കാണുന്നതെന്ന് ഞാൻ കരുതി. സിദ്ധു വിഷമത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോഴും നിധ ഒന്നും മിണ്ടിയില്ല. അവളുടെ അവസ്ഥയിൽ എല്ലാവർക്കും വിഷമം തോന്നി. അവളുടെ മനസ്സിൽ ഇപ്പോൾ പല കാര്യങ്ങളും അലട്ടുകയാണെന്ന് അവർക്കറിയാമായിരുന്നു. സിദ്ധുവും അമ്മുവും തരുണും അവരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങി. കുറച്ച് നിമിഷം കഴിഞ്ഞതും അവൾ ആരെങ്കിലും ഡോക്ടറിനെ കാണാൻ ചെല്ലണമെന്ന് പറഞ്ഞു. അവളുടെ പപ്പ പോകാനായി എഴുന്നേറ്റു. അങ്കിൾ ഇവിടെ ഇരിക്കും, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. അവൻ പറഞ്ഞതും അയാൾ അവിടെ ഇരുന്നു. അവൻ എഴുന്നേറ്റ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് നടന്നു. ഇരിക്ക്, അവനെ കണ്ടതും അയാൾ പറഞ്ഞു. അവൻ ആ ഡോക്ടറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയതിനു ശേഷം അവിടേക്കിരുന്നു. അശ്വിൻ, ഞാൻ നേരത്തെ നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കുട്ടി പ്രഗ്നൻ്റ് ആണെന്ന്. അതേ ഡോക്ടർ. അവൻ അയാൾക്ക് മറുപടി നൽകി. റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഊഹിച്ചത് ശരി തന്നെയാണ്. ആ കുട്ടി പ്രഗ്നൻ്റ് ആണ്. സ്കാൻ ചെയ്താലേ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ആ കുട്ടി നല്ല അനീമിക്കാണ്. അനീമിക് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ തന്നെ. അതുകൊണ്ട് നല്ലതുപോലെ കെയർ കൊടുക്കണം. ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കും. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അയാൾ അവനെ നോക്കി പറഞ്ഞു. നിധയ്ക്ക് പ്രശ്നങ്ങളൊന്നും? അവൻ സംശയത്തോടെ അയാളോട് ചോദിച്ചു. ഇല്ല, BP കൊണ്ടുവന്നപ്പോൾ കുറച്ച് ഹൈ ആയിരുന്നു. അതൊക്കെ ഇപ്പം നോർമലായിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഞങ്ങൾ കാണുന്നില്ല. അയാൾ അവനെ നോക്കി പറഞ്ഞതും അവൻ വീണ്ടും തലയാട്ടി.
അവൻ ഡോക്ടറിൻ്റെ അടുത്ത് നിന്നും വീണ്ടും നിതയുടെ അടുക്കലേക്ക് എത്തി. അവൻ തിരികെ വന്നപ്പോഴേക്കും അവൾ മയങ്ങിപ്പോയിരുന്നു. അങ്കിൾ, ടേബിളിൽ കൈയൂന്നി ആ കൈകളിൽ തല വച്ചിരിക്കുന്ന അയാളെ നോക്കി അവൻ വിളിച്ചതും അവനെ കണ്ട് അയാൾ എഴുന്നേറ്റു. എന്തിനാ മോനെ ഡോക്ടർ വിളിപ്പിച്ചത്? എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിത പ്രഗ്നൻ്റ് ആണ് അങ്കിൾ. അവൻ പറഞ്ഞതും അയാൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ആ ഡോക്ടർ ഒരു ഗൈനക്കോളജിസ്റ്റിനെ റെഫർ ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും അവളെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ അയാളെ നോക്കി പറഞ്ഞു. നിത വീണ്ടും മയങ്ങിപ്പോയല്ലേ? അവൻ സംശയത്തോടെ അയാളോട് ചോദിച്ചു. മരുന്നിൻ്റെ സെഡേഷനാ, ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും കരുതി. അയാൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. നിത എന്തെങ്കിലും അങ്കിളിനോട് പറഞ്ഞോ? ഇങ്ങനെ വേണമെന്നോ മറ്റോ? അവൻ സംശയത്തോട് ചോദിച്ചു. സംസാരിച്ചു. അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അയാളെ തിരികെ നോക്കി. എന്ത് സംഭവിച്ചാലും അവൾക്ക് ഈ കുഞ്ഞിനെ വേണമെന്നാണ് പറയുന്നത്. കുഞ്ഞിനെ ഇല്ലാതെയാക്കാൻ അവൾക്കൊരിക്കലും പറ്റില്ലെന്ന്. അയാൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു.